പ്രിയമുള്ളവരെ, കുറേ ദിവസമായി ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരിൽ ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എൻ്റെ അഭിപ്രായമൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. 1988 മുതൽ 97 വരെ കൊല്ലം ജില്ലയിലുള്ള ഒരു കോപ്പറേറ്റീവ് കോളേജിലും അതുപോലെ തന്നെ 98 മുതൽ 2021 വരെ NSSൻ്റെ വിവിധ സ്കൂളുകളിലും അധ്യാപന ജീവിതം നയിച്ച ഒരു അധ്യാപികയാണ് ഞാൻ. എൻ്റെ അഭിപ്രായം ഞാനിവിടെ തുറന്നു പറയട്ടെ. മുഖ്യമന്ത്രി ആരായാലും വേണ്ടില്ല, ഒരു നല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് നമുക്ക് ആവശ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഇന്നത്തെ വിദ്യാഭ്യാസവും കുട്ടികളുടെ അധപ്പതനവും. അത് കണ്ട് വേദനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പറയാനുള്ളത്, കോപ്പി അടിച്ചുള്ള വിജയം ഇനി ഉണ്ടാവരുത്. ഇനി ഒരിക്കലും കോപ്പി അടിച്ചൊരു വിജയം. അതുപോലെ തന്നെ ഉയർന്ന തലങ്ങളിൽ നിന്ന് ഉള്ള പ്രേരണ കൊണ്ട് HM അധ്യാപകർ മുതലായവർ ഈ കോപ്പിയടിക്ക് പിന്തുണ നൽകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോ സ്കൂളിലും 100% വിജയമാണ് അവരുദ്ദേശിക്കുന്നത്. കുട്ടിയുടെ വികസനമല്ല അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുട്ടിയുടെ വികസനം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ 100% വിജയം, മന്ത്രി ഉൾപ്പെടെ 100% വിജയത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. അവിടെ 100% വിജയത്തോടൊപ്പം 100% ആ കുട്ടികളുടെ പരാജയമാണ് അവിടെ നാം കാണുന്നത്. ഓരോ ക്ലാസ്സിലും ഒന്നും പഠിക്കാത്ത കുട്ടികളെയും ഒന്നും എഴുതാൻ അറിഞ്ഞൂടാത്ത കുട്ടികളെയും അങ്ങ് വിജയിപ്പിച്ച് വിടുകയാണ്. എന്നിട്ട് SLC വരുമ്പോൾ അവന് കോപ്പി എഴുതാനുള്ള പ്രേരണയും കോപ്പി എഴുതി തരും എന്നുള്ള ഒരു മെൻറ്റാലിറ്റി അവനുണ്ടാകുന്നു. അങ്ങനെ അവിടെ മുതൽ അവൻ്റെ അധപ്പതനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചോദിക്കും, ഈ പെൻഷനായി കഴിഞ്ഞതിന് ശേഷമാണോ ഇത് പറയുന്നതെന്ന്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയാൽ ഞാൻ പരാജയപ്പെടുത്തതേ ഉള്ളൂ. എനിക്കൊരിക്കലും വിജയമുണ്ടാവുകയില്ല എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ പഠിപ്പിച്ച, എൻ്റെ വിഷയം ഹിന്ദിയാണ്, ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയും കോപ്പി എഴുതാതെ തന്നെ അവൻ്റെ കഴിവിനനുസരിച്ചുള്ള മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കാലിടറാതെയും കൈ വിറയ്ക്കാതെയും മനസ്സ് തളരാതെയും വിയർക്കാതെയും അവൻ്റെ കഴിവിനനുസരിച്ച് ആൻസർ എഴുതാനുള്ള ഒരു കരുത്ത് ഞാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ ആവശ്യം ഞാൻ വെക്കുന്നത്. തോൽപ്പിക്കുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു വർഷം കൂടെ അവനെ അവിടെ ഇരുത്തുക, എന്നിട്ട് അവൻ എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കുക. അതുപോലെ തന്നെ SLCക്ക് വരുമ്പോൾ അവന് കിട്ടുന്ന മാർക്ക് മതി. അവൻ വീണ്ടും പഠിക്കട്ടെ, എഴുതട്ടെ. അല്ലാതെ +2 ചെല്ലുമ്പോൾ പേരെഴുതാൻ പോലും അറിഞ്ഞുകൂടാത്ത കുട്ടിയാണ് +2 നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് ഞാനീ പറഞ്ഞ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾ സഹകരിക്കുമെങ്കിൽ സഹകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കുക. ഇത്രയും കുട്ടികൾ വഷളായി പോകുന്നതിൻ്റെ ഒറ്റ കാരണം ഇന്നത്തെ വിദ്യാഭ്യാസ നയമാണ്. അത് എല്ലാ ആൾക്കാർക്കും അറിയുകയും ചെയ്യാം. അറിഞ്ഞുകൊണ്ടാണ് ഈ ദുഷ്പ്രവൃത്തി നമ്മളുടെ ഇടയിൽ ചെയ്യുന്നത്. ഈ അധ്യാപകർ വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളെ പിടിച്ച് സ്കൂളിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലാതാക്കണം. ഒരൊറ്റ രക്ഷകർത്താവും അതിന് താല്പര്യം കാണിക്കരുത്.
എല്ലാ രക്ഷകർത്താക്കളും നല്ല വിദ്യാഭ്യാസം നല്ലതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകർ എവിടെയാണുള്ളതെന്ന് തിരക്കി പിടിച്ച് അവിടെ വിടുകയാണ് വേണ്ടത്. അല്ലാതെ മോഹന വാഗ്ദാനങ്ങൾ നൽകി കുട്ടികളെ 10ഉം 15ഉം പ്രാവശ്യം ഒരു വീട്ടിലൊരു കുട്ടിയെ തേടി ചെല്ലുകയും അധ്യാപകൻ്റെ വില ഇല്ലാതാക്കുകയുമാണ് അവിടെ ചെയ്യുന്നത്. ഈ വീഡിയോ നീണ്ടുപോയി. ഇനി വാല്യുവേഷനെ കുറിച്ചുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം. പറ്റുമെങ്കിൽ വിജയിച്ച എല്ലാവരോടുമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയമോ അല്ലെങ്കിൽ പ്രത്യേക വ്യക്തികളോട് താല്പര്യമോ ഒന്നുമില്ല. ഈ വിദ്യാഭ്യാസ നയം ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ള അഭിപ്രായം മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ സഹകരിക്കാം, ഇല്ലെങ്കിൽ എന്തുമായി കൊള്ളട്ടെ എന്നതാണ് എല്ലാവരുടെയും വിചാരമെങ്കിൽ അങ്ങനെ തന്നെ പോവട്ടെ. എല്ലാവരുടെയും അഭിപ്രായം തുറന്നു പറയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു.